1941 ജനുവരി. കൊൽക്കത്തയുടെ തെരുവുകൾ വിചിത്രമായ ശാന്തതയിൽ മുങ്ങിയിരുന്നെങ്കിലും എൽജിൻ റോഡിലെ ഒരു വീട്ടിനുള്ളിൽ കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട വ്യക്തികളിൽ ഒരാളായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ മേശയ്ക്കരികിലിരുന്ന് ഒരു കത്ത് എഴുതുകയായിരുന്നു. അതൊരു സാധാരണ കത്തല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. കർശനമായ വീട്ടുതടങ്കലിൽ കഴിയുന്ന ബോസിനെ ബ്രിട്ടീഷുകാർ പിടിച്ചുകെട്ടിയെന്ന് കരുതിയിരുന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും അടങ്ങാത്തൊരു തന്ത്രജ്ഞനായിരുന്നു. കത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: നിങ്ങളെന്നെ ചങ്ങലകളിൽ പൂട്ടിയേക്കാം, പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. പോരാട്ടം തുടരും, ആവശ്യമായ ഏത് മാർഗത്തിലൂടെയും. ആ രാത്രി അദ്ദേഹം അപ്രത്യക്ഷനായി. ബ്രൗൺ കോട്ട്, നീണ്ട താടി, കനത്ത ബൂട്ടുകൾ എന്നിവ ധരിച്ച മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന സാധാരണക്കാരനായ പത്താൻ വേഷത്തിൽ ബോസ് ബ്രിട്ടീഷ് കാവൽക്കാരെ മറികടന്നു. ട്രെയിൻ, ബസ്, കാർ എല്ലാം മാറി മാറി ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഓരോ നിമിഷവും രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. പക്ഷേ ഇതൊരു രക്ഷപ്പെടൽ മാത്രമായിരുന്നില്ല, ഒരു പുതിയ ദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര അഫ്ഗാനിസ്ഥാനിലൂടെ, പിന്നെ ജർമ്മനിയിലേക്ക്, ഒടുവിൽ ജപ്പാനിലേക്കും എത്തി. അവിടെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയെ രൂപീകരിച്ചു. റേഡിയോ പ്രക്ഷേപണങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഗർജന സ്വരം ഏഷ്യയിലുടനീളം മുഴങ്ങി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർ ഭീതിയിലായി. ഇത് സമാധാന പ്രഖ്യാപനമല്ല, ഇത് ആയുധങ്ങളിലേക്ക് വിളിച്ചുണർത്തുന്ന ആഹ്വാനമായിരുന്നു. ദശലക്ഷങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു സായുധ പ്രക്ഷോഭത്തിൻ്റെ സാധ്യത അവരുടെ മുന്നിൽ വെല്ലുവിളിയായി തെളിഞ്ഞു. ബോസിൻ്റെ കത്ത് മുന്നറിയിപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടൽ ആ മുന്നറിയിപ്പിനെ പ്രാവർത്തികമാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തെയും മറികടന്ന് മാതൃഭൂമിക്കായി ജീവൻ വെച്ച് പോരാടാൻ ധൈര്യമുള്ള ഒരാളെ ആർക്കും തടുക്കാനാവില്ലെന്ന് അത് തെളിയിച്ചു.